ബാംഗ്ലൂർ കൈസ് കോളേജിലെ MGOCSMന്റെ വാർഷികം അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ആ പള്ളി നിറച്ച് യുവജനങ്ങളായിരുന്നു. നമ്മുടെ പിള്ളേരാ, ഓർത്തഡോക്സുകാർ, മലയാളികൾ ഇവിടെ നിന്നെല്ലാം വന്ന് പഠിക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നവർ പഠിക്കുന്നവരുണ്ട്, കേരളത്തിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്, ഓവർസീസിൽ നിന്ന് ഗൾഫിൽ നിന്ന് വന്ന് പഠിക്കുന്നവരുണ്ട്, എത്രയോ നാട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേരുണ്ട്. അവർക്ക് താല്പര്യത്തോടാണ്. അവരുടെ ആ ഒരുക്കവും തയ്യാറെടുപ്പും കാണണം. കുട്ടികൾ മാത്രം. അവിടുത്തെ MGOCSMന്റെ ചുമതലയുള്ള ഒരു അച്ഛനുണ്ട്, ബാക്കി മുഴുവൻ കുട്ടികളാണ്. അവിടെ PG പഠിക്കുന്നവരും UG പഠിക്കുന്നവരും പല കോഴ്സസ് പഠിക്കുന്നവരായ കുട്ടികളാണ്. നമ്മൾ അവരെ കാണുമ്പോൾ വിചാരിക്കും, നമ്മൾ ഇവരെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏതാ വലിയൊരു സംഘം. കുറച്ചുപേരും വരാതിരിക്കുന്നവരുണ്ട്, മുഴുവൻ പേരും വന്നൊന്നല്ല, കുറച്ചുപേരും മാറിയിരിക്കുന്നുണ്ടാകാം, കാരണങ്ങൾ കൊണ്ട് വരാതിരിക്കുന്നവരുണ്ടാകും. നമ്മൾ ഇവരെ കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഇവരെ കുറിച്ചാണോ നമ്മൾ പൊതുവെ യുവജനങ്ങളാരും പള്ളി വരുന്നില്ലെന്ന് പറയുന്നു. അവരെല്ലാ മാസത്തിലെയും 1 or 2 പ്രാവശ്യം ഒരുമിച്ച് കൂടി ആരാ നടത്തുന്നുണ്ട്. അതിനുള്ള സൗകര്യം അവർക്കുള്ളൂ. ക്രൈസ്റ്റ് കോളേജ് നമ്മുടെ മാനേജ്മെന്റ് ഒന്നും അല്ലല്ലോ. അതിനകത്ത് കുർബാന നടത്തണമെങ്കിൽ അവർക്ക് വലിയ പ്രതിസന്ധികളാണ്. എങ്കിൽ പോലും അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണും. ഇപ്പം എന്നെ ക്ഷണിച്ച് അവിടെ കൊണ്ടുപോയി. ഞാൻ ബാംഗ്ലൂരിന്റെ ചുമതലക്കാരനായോണ്ടാണ് എന്നെ ക്ഷണിച്ചത്. അതിന്റെ 10ാം വാർഷികമാണ്. അവർ 10 വർഷത്തെ എക്സ്പീരിയൻസസും ചരിത്രവും ഒക്കെ പറയും. പല മുൻ അലുമിനി ഭാരവാഹികളൊക്കെ വന്നാൽ, അലുമിനിക്കാർ വന്നാൽ അവർ പറയുകയാണ്, ഈ 10 വർഷവും ഞങ്ങളെ നടത്തിയ ദൈവത്തിന്റെ കൃപ, ഞങ്ങൾക്ക് ലീഡർഷിപ്പ് വന്ന അച്ഛന്മാരുടെ മിടുക്ക്, ഞങ്ങളെ കൂടെ നടത്തിയ ബാംഗ്ലൂരിലുള്ള സീനിയർ മെമ്പേഴ്സ് ഉണ്ടല്ലോ, സാധാരണ മെമ്പേഴ്സ്, സഭാ അംഗങ്ങൾ, അവരുടെ എല്ലാം സപ്പോർട്ടിനെ കുറിച്ച്, എന്തൂസിയാസത്തിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നത് കേട്ടു. നമുക്ക് അതിശയം തോന്നി. നമ്മുടെ പിള്ളേരാണല്ലോ ഇത്, നമ്മുടെ സ്വന്തം മക്കളാണല്ലോ ഇവര് എത്ര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് സഭയുടെ വിശ്വാസത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും.